ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിമിഷസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഓണം സീരീസിന്റെ അവസാനത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് തയ്യാറാക്കുന്നത് തിരുവനന്തപുരം സദ്യ സ്റ്റൈലിലുള്ള വട കൂട്ടുകറിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കിയാലോ. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യാൻ പോണ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വട കൂട്ടുകറി തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഇതൊരു 2 മണിക്കൂർ, അതായത് മാക്സിമം ഒരു 3 മണിക്കൂറൊക്കെ വെള്ളത്തിൽ കുതിർത്തിയെടുത്താൽ മതി. അതിനുശേഷം വെള്ളമൊക്കെ ഒന്ന് ഊറ്റി ഇതുപോലെ ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്നു കേട്ടോ. അതിനുശേഷം ആദ്യം വെള്ളമൊന്നും ഒഴിക്കാതെ നമുക്ക് ഈ ഒരു നനവ് കൊണ്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. പക്ഷെ അത് കറക്റ്റായിട്ട് അരഞ്ഞ് കിട്ടില്ല. നമുക്ക് എന്തായാലും വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഗ്രൈൻഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൈൻഡറിൽ അരച്ചെടുക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് എളുപ്പത്തിൽ അരച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഇത് അരഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷെ തരികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. അപ്പോൾ മാക്സിമം എത്ര കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാൻ പറ്റണോ അത്രയും നല്ലതാണ്. ഞാനിപ്പോൾ 1 ടീസ്പൂൺ വെള്ളം കൂടിയും ഒഴിച്ചിട്ട് അരച്ചെടുക്കണം. ഇതുപോലെ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫ്ലഫി ആയിട്ട് തന്നെ അരച്ചെടുക്കണം. തീരെ തരികളൊന്നും ഉണ്ടാവരുത്. കണ്ടില്ലേ, ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. തീരെ തരികളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നല്ല ലൈറ്റ് ആയിരിക്കണം ഈ ഒരു ഉഴുന്നുവടയുടെ ആ ഒരു ബാറ്റർ എന്ന് പറയുന്നത്. ഇനി ഞാനിതിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ. നമുക്കിത് ഒന്നും കൂടി ഒന്ന് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഒന്നും കൂടി നന്നായിട്ട് തന്നെ ഈ ബാറ്റർ മാറും. അപ്പോൾ ഇതിന് മുമ്പ് തന്നെ ഞാൻ ഉഴുന്നുവട കറക്റ്റായിട്ട്, അതായത് പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് ഉഴുന്നുവട മിക്സിയിൽ തന്നെ അരച്ചിട്ട് തയ്യാറാക്കാമെന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അത് നോക്കിയാൽ മതി കേട്ടോ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മാവ് ഒന്നും കൂടി ലൈറ്റായിട്ട് മാറും. ഭയങ്കര കട്ടിയായിട്ട് ഇരിക്കരുത്. അപ്പോൾ വട തീരെ സോഫ്റ്റ് ആയിട്ട് വരില്ല. ഇത് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അരഞ്ഞ് വന്നിട്ടുണ്ട് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. എന്നിട്ട് കുറച്ച് മാവ് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ മുകളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് തന്നെ അരഞ്ഞു വന്നു എന്ന് അർത്ഥം ഉണ്ടാവും. ഇപ്പം ഇത് കണ്ടില്ലേ, കറക്റ്റായിട്ട് വെള്ളത്തിൻ്റെ മുകളിൽ ഈ മാവ് പൊങ്ങിക്കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കുക. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 10-15 കുരുമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇതിൽ കുരുമുളക് ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം നല്ല ചെറുതായിട്ട് തന്നെ ഒന്ന് മുറിച്ചെടുക്കുക. കുരുമുളകാണെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് ചതച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഇഞ്ചി മുറിച്ചത് ഇട്ട് കൊടുക്കുക, പച്ചമുളക് മുറിച്ചത്, അതുപോലെ കറിവേപ്പിലയും നല്ല ചെറുതായിട്ട് ഇതുപോലെ മുറിച്ചത് ഇട്ട് കൊടുക്കുക. പിന്നെ കുരുമുളക് ചതച്ചത് ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ രീതിയിൽ ഉഴുന്നുവട തയ്യാറാക്കുമ്പോൾ ചേർക്കണ സെയിം ചേരുവകൾ തന്നെയാണ് കേട്ടോ നമ്മൾ ഇതിലേക്കും ചേർക്കണത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കാം കേട്ടോ. ഉപ്പൊക്കെ പെട്ടെന്ന് കൂടിപ്പോകാൻ സാധ്യതയുണ്ട്. അതിനുശേഷം എല്ലാ ഭാഗത്തേക്കും നമ്മൾ ഈ ചേർത്ത ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് വരണം കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നല്ല പോലെ തന്നെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ബാറ്റർ കുറച്ചും കൂടി ഒന്ന് ലൂസ് ആവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഉപ്പും പിന്നെ ഇഞ്ചിയൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഈ ഇഞ്ചിയുടെ ഉള്ളിൽ നിന്ന് വെള്ളം പുറത്തോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല ലൈറ്റായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഒരുപാട് ലൂസായി മാറരുത്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള എണ്ണ നമുക്കൊന്ന് ചൂടാക്കാം. ഞാനിവിടെ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്ക് ഈ ഒരു മാവിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കയ്യിൽ കുറച്ച് വെള്ളം ഒന്ന് ആക്കി കൊടുത്തിട്ടാണ് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഉഴുന്നുവട ഉണ്ടാക്കണ ആ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. ഉഴുന്നുവടയാകുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ കിട്ടണ്ടേ. ഇതാകുമ്പോൾ ഇതുപോലെ കൈ കൊണ്ട് കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചധികം മാവ് ഇങ്ങനെ കയ്യിലെടുത്തിട്ട് കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. ഒട്ടിപ്പിടിക്കൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പൂൺ വെച്ചിട്ട് ആണെന്നുണ്ടെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഒരുപാട് അങ്ങോട്ട് കളർ ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിതിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി തിരിച്ചു മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഓവറായിട്ടുള്ളൊരു ഗോൾഡൻ ഷെയ്ഡിലേക്ക് വരണ്ട കേട്ടോ. ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കുക്കായിട്ട് വരണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഉൾഭാഗം കുക്കായിട്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സാധാരണ നമ്മൾ ഉഴുന്നുവടയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ. പിന്നെ ഇത് ചെറിയ സൈസായ കാരണം ഒരുപാട് സമയം എടുക്കില്ല കുക്കായിട്ട് വരാൻ. പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. പുറം ഭാഗം ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് വരും. ഉൾഭാഗം ആണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വരും ഉണ്ടാ. ഇപ്പോൾ കണ്ടില്ല, ഇത് കറക്റ്റായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാനൊന്ന് കോരി മാറ്റുകയാണ്. ഇത് നമുക്കൊരു കിച്ചൺ ടിഷ്യൂലേക്കോ അല്ലെങ്കിൽ ഒരു സ്ട്രെയിനറിലേക്കോ ഇട്ട് കൊടുക്കാം.
ഇനി ഈ ഒരു രീതിയിൽ തന്നെയാണ് ബാക്കിയുള്ള മാവും ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കട്ടെ. എളുപ്പത്തിൽ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഉഴുന്നുവട തയ്യാറാക്കുന്ന ഒരു കോംപ്ലിക്കേഷൻസ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നെ ഇതിന് ഷേപ്പിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. അരച്ചെടുക്കണ ആ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിൽ ഇമ്പോർട്ടന്റ്. അപ്പോഴാണ് നല്ല എന്താ പറയുക ഇതിന്റെ ടെക്സ്ചറൊക്കെ നന്നായിട്ട് തന്നെ വരിക. അപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ തിരിച്ചു മറിച്ചിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ടിട്ട് പിന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വന്നോളും. കേരളത്തിന്റെ പല സ്ഥലങ്ങളിലും കൂട്ടുകറിയൊക്കെ പല രീതിയിലാണ് തയ്യാറാക്കുക. അപ്പോൾ വട കൂട്ടുകറിയും അതുപോലെ തൃശ്ശൂർ സ്റ്റൈൽ കൂട്ടുകറിയൊക്കെ ഭയങ്കര വ്യത്യസ്തം തന്നെയാണ് ശരിക്കും. അപ്പോൾ തൃശ്ശൂർ സ്റ്റൈൽ കൂട്ടുകറിയുടെയൊക്കെ റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണണം എന്നുള്ളവർക്ക് കണ്ടു നോക്കാം ട്ടോ. ഇത് ശരിക്കും തിരുവനന്തപുരംകാരുടെ സ്വന്തമായിട്ടുള്ള കൂട്ടുകറിയുടെ റെസിപ്പിയാണ്. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഈ ഒരു വട ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉണ്ടാക്കിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ അടുത്ത ബാച്ച് ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി ഞാൻ ഈ ഒരു രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ കേട്ടോ. നേരത്തെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തത് ഒരെണ്ണം ഞാനൊന്ന് പൊട്ടിച്ച് കാണിക്കാം. കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഉൾഭാഗമൊക്കെ കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഞാൻ കാണിക്കാം ട്ടോ. കണ്ടില്ലേ എല്ലാം നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു 1½ ടേബിൾ സ്പൂണോളം അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസിലുള്ള സവോള ഇതുപോലെ കുറച്ച് കനത്തിലുള്ള കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഒരുപാട് തിന്നാക്കിയിട്ടില്ല കേട്ടോ. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 1 മിനിറ്റോളം ഞാൻ ഈ സവോള ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കണത് 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഇതുപോലെ അതായത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഉരുളക്കിഴങ്ങ് നമ്മൾ എണ്ണയിലിട്ടിട്ട് വഴിച്ചെടുക്കുമ്പോൾ ഈ കറി കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് വരും. ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഞാൻ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഉരുളക്കിഴങ്ങ് ഒരു പകുതിയോളം കുക്കാവണ വരെ ഞാനിപ്പോൾ ഇതുപോലെ എണ്ണയിലിട്ടിട്ടാണ് ഒന്ന് വഴിച്ചെടുക്കണത് കേട്ടോ. അല്ലാത്ത രീതിയിലും തയ്യാറാക്കാറുണ്ട് ചിലർ. ഉരുളക്കിഴങ്ങ് വേവിച്ചതിന് ശേഷം ഇതിലേക്കൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അപ്പം മുളക് പൊടിയും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്, പിന്നെ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് മാത്രം പച്ചമുളക് ചേർത്താൽ മതി കേട്ടോ. ഇനി ഇതൊന്ന് കുക്കായിട്ട് വരട്ടെ. ഇതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് അത്യാവശ്യം ചെറുതായിട്ടൊന്ന് കുക്കായിട്ട് വരട്ടെ. ഇപ്പോൾ കണ്ടില്ലേ ഉരുളക്കിഴങ്ങ് ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. സവോള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇത് മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ബാക്കി ചേരുവകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും അതുപോലെ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാട്ടോ. ഞാനിപ്പോൾ ആദ്യം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നാളികേരപ്പാലാണ് ഇതിലേക്ക് ചേർക്കണത്. അതിനുശേഷമാണ് പിന്നെ പൊടികളൊക്കെ ചേർക്കണുള്ളൂ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് 2-ാം പാലാണ് ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ 1 നാളികേരമാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. 1-ാം പാലും അതുപോലെ 2-ാം പാലും തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ തിളച്ച് വന്നതിന് ശേഷമാണ് ഇനി ഞാൻ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണുള്ളൂ. ഒന്ന് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് ഇനി ഞാനൊരു 1/2 ടീസ്പൂണോളം അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അതിപ്പോൾ ഏതായാലും കുഴപ്പമില്ല. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം അളവിൽ മല്ലിപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഗരം മസാല ചേർക്കും, അത് അവസാനം ചേർത്ത് കൊടുക്കുള്ളൂ കേട്ടോ. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനു മുമ്പ് ഞാനൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കിടന്നിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ നന്നായിട്ട് തന്നെ മാറി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വറ്റി വരും. അതോടൊപ്പം ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തന്നെ വെന്തും വരണം. ഞാനിനി ഇതിപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നാളികേരപ്പാലൊക്കെ വറ്റി പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ആവശ്യത്തിന് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഞാനൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ കുക്കായിട്ട് അതായത് ഇതൊന്ന് വറ്റി വരട്ടെ. ഇപ്പം കണ്ടില്ലേ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നാളികേരപ്പാലും ഇതുപോലെ തന്നെ വറ്റി വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് ഗ്രേവിയോട് കൂടി ഒരു കറിയല്ല. അപ്പോൾ 2-ാം പാൽ ഒഴിച്ചത് നമ്മൾ ഇതുപോലെ വറ്റിച്ചെടുത്താൽ തന്നെയാണ് കറക്റ്റായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വരുള്ളൂ. അല്ലെങ്കിൽ കറി ഒരുപാട് ലൂസായിട്ട് തന്നെ മാറും ട്ടോ.
ഇപ്പോൾ മസാലയൊക്കെ ഈ ഒരു കഷ്ണങ്ങളിലൊക്കെ കറക്റ്റായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. കണ്ടില്ലേ ഉരുളക്കിഴങ്ങ് പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉരുളക്കിഴങ്ങ് കുക്കായിട്ട് വരണം. അപ്പോഴാണ് ആ വട കൂട്ടുകറി കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഹോം മെയ്ഡ് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗരം മസാല വീട്ടിൽ എളുപ്പത്തിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ ഇതിന് മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇനി ഇതിലേക്ക് നമുക്ക് 1/4 പാല് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അളവിൽ തന്നെയാണ് ഞാൻ 1/4 പാലും എടുത്തിരിക്കുന്നത്. അതിപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ കുറച്ച് കുറഞ്ഞാലോ കൂടിയാലോ കുഴപ്പമൊന്നുമില്ല. പക്ഷേ 1/4 പാല് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള പാല്, അതാണ് 1/4 പാൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി 1/4 പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ തിളച്ച് വരാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വരാൻ മാത്രമേ പാടുള്ളൂ. അല്ലെങ്കിൽ ഇത് പിരിഞ്ഞ പാല് പോലെയൊക്കെ ഇരിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ആവശ്യത്തിന് ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് കുറച്ച് കുറവായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഇതിലേക്ക് വറുത്ത് വെച്ച വട ചേർത്ത് കൊടുക്കുന്നത്. മുഴുവനായിട്ട് ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം കാണുമ്പോൾ കുറച്ച് ലൂസായിട്ട് തോന്നുന്നു കേട്ടോ. പക്ഷേ കുറച്ച് സമയം നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തണുത്ത് വരുമ്പോഴേക്കും ഈ വട ഈ നാളികേരപ്പാൽ, അതായത് ഈ കറിയുടെ ഗ്രേവി ഉണ്ടല്ലോ, അതെല്ലാം നന്നായിട്ട് തന്നെ അബ്സോർബ് ചെയ്യും. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ഇത് എത്തും കേട്ടോ. ഒരുപാട് തിക്കായിട്ട് നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് കറക്റ്റ് സോക്ക് ആവാനുള്ള ഒരു ഗ്രേവി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കറിയുടെ ആ ഒരു ഫ്ലേവേഴ്സ് ഒന്നും ഈ ഒരു വടയിലേക്കൊന്നും കറക്റ്റായിട്ട് കിട്ടൂല. ഇതുപോലെ നമുക്ക് വെക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ടൊന്ന് കടുക് വറുത്തിടാം. അപ്പോൾ ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുകും പിന്നെ കുറച്ച് കറിവേപ്പില, അതുപോലെ ഒരു 3-4 വറ്റൽമുളക്, അതായത് ഉണക്കമുളകും കൂടി മുറിച്ചിട്ട് ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. സാധനം നമ്മൾ കടുക് വറുക്കണ ആ ഒരു രീതിയിൽ തന്നെ വറുത്തെടുത്തതിന് ശേഷം നമുക്കിത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു വട കൂട്ടുകറി ഉണ്ടല്ലോ, അതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ കറി ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കുറച്ച് സമയം കൂടി ഇരിക്കുമ്പോഴേക്കും ഒന്നും കൂടി തന്നെ തിക്കായിട്ട് വന്നോളും. നമ്മൾ സാധാരണ ഇലയിലൊക്കെ വിളമ്പണ ആ ഒരു രീതിയിൽ തന്നെ തിക്കായിട്ട് കിട്ടും ട്ടോ. അപ്പോൾ നമ്മുടെ വട കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു രീതിയിൽ വട കൂട്ടുകറി ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓണത്തിന് തയ്യാറാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ ഓണ റെസിപ്പീസൊക്കെ ഒരുപാട്, അതായത് സദ്യ റെസിപ്പീസിൻ്റെ ഒരുപാട് വീഡിയോസ് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിംഷാസ് കിച്ചണിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെല്ലാം കാണാൻ പറ്റും. അപ്പോൾ സദ്യ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ സദ്യ റെസിപ്പീസിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിൽ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും ട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം ട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളാം. അതുകൂടാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പം മറ്റൊരു അടിപൊളി റെസിപ്പി നമുക്ക് വീണ്ടും കാണാം.